എന്റെ ആശ്രമത്തിൽ ഒരു വറ്റ് ഞാൻ കളയാറില്ല. എന്റെ ആശ്രമത്തിൽ ഒരു മണി വറ്റ് ഞാനാണ് അവിടുത്തെ പാചകക്കാരൻ. അരിയെടുക്കുമ്പോൾ, അത് കഴുകുമ്പോൾ, അത് കുക്കറിലിടുമ്പോൾ, അത് വാർക്കുമ്പോൾ, അത് വെക്കുമ്പോൾ, വിളമ്പുമ്പോൾ, തിന്നിക്കുമ്പോൾ ഒരു വറ്റ് കളയാറില്ല. ഞങ്ങളുടെ ഒന്നും സിദ്ധാന്തത്തിൽ അതിനെക്കുറിച്ച് ഒരു മസലയും പറഞ്ഞിട്ടില്ല, ഒരു ഫിഖ്ഹും ഇല്ല ഇതിന്. ആ ഫിഖ്ഹും മസലയും ഉള്ളത് റസൂലുള്ളാഹിയുടെ ജീവചരിത്രത്തിൽ നിന്നാണ്. അതിന്റെ ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രാവർത്തികമാക്കുന്നത്. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി മരിക്കാനായ സമയത്ത് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് അങ്ങ് എല്ലാ ഭക്ഷണ സമയത്തും ഒരു സൂചിയും വെള്ളവുമായി ജീവിച്ചത്? ഒരിക്കൽ പോലും അത് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി റസൂലുള്ളാഹി പറഞ്ഞു അത്രേ, എന്റെ സൂക്ഷ്മതക്കുറവ് കൊണ്ടാണെങ്ങാനും ഒരു കഷ്ണം ഭക്ഷണത്തിന്റെ അംശം നിലത്ത് വീണിരുന്നുവെങ്കിൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഈ വെള്ളത്തിൽ കഴുകി ആഹരിക്കാനായിരുന്നു ആയിഷ ഞാൻ ഈ സൂക്ഷ്മത കാണിച്ചത്. സൂക്ഷ്മതയുള്ളവരാകുവിന് എത്ര പ്രാവശ്യം അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സൂക്ഷ്മതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായിക്കും അത് ഉണ്ടാകണം. അതുകൊണ്ട് ഒരു വറ്റുപോലും കളയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിന് മുമ്പേ പോലും അദ്ദേഹം അത് ജീവിച്ച് കാണിച്ചു തന്നു പോയ ഒരു സുന്നത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭക്ഷ്യവിപ്ലവം പറഞ്ഞു. ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടെങ്കിൽ 40 വീട് മുന്നോട്ടും 40 വീട് തെക്കോട്ടും പിന്നോട്ടും പുറകിലോട്ടും 40 × 40 4 × 4 160ഓളം വീടിന്റെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. നമ്മളിത് ചെയ്യാറുണ്ടോ? നിസ്കാരം നോലുമ്പോഴൊക്കെ നല്ല കറക്റ്റിന് കൊണ്ടുപോകണ കുറെ കുട്ടികളെ എനിക്കറിയാം. പക്ഷെ സക്കാത്തിന്റെ കാര്യം വരുമ്പോൾ ചെറിയ പറ്റിക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു അനുയായിയുടെ ലക്ഷണമല്ല. അനുയായി മുഴുവനായും നേതാവിനെ പിൻപറ്റേണ്ടവനാണ്. വെള്ളം ചേർക്കുന്നവൻ അനുയായിയിൽപ്പെട്ടവനല്ല. കൃത്യമായി കൊടുക്കാൻ കഴിയണം.